ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി എലോക്കരയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീപിടുത്തം. പ്ലാന്റും കെട്ടിടവും കത്തിനശിച്ചു. ആളപായമില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. താമരശ്ശേരി എലോക്കരയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറിക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആളപായമില്ല എന്നത് ഇപ്പോൾ പുറത്തു വരുന്നു. ഫൈസൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഇതൊരു വലിയ തീപിടുത്തമാണല്ലോ, ആളപായമില്ല. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായി വിവരങ്ങൾ വന്നിട്ടുണ്ടോ? മഹേഷ്, താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലാണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്ലാന്റും കെട്ടിടവും ഓഫീസ് ഉൾപ്പെടുന്ന ഭാഗങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഏതായാലും മുക്കത്ത് നിന്ന് നരിക്കുയിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും തീ അണച്ചിട്ടില്ല. ഇപ്പോൾ തീ ചെറിയ രീതിയിലുള്ള ഒരു നിയന്ത്രണ വിധേയമാണ് എന്നുള്ളൊരു വിവരമാണ് പുറത്തുവരുന്നത്. പുലർച്ചെ 3:30 കൂടിയാണ് ഇത്തരത്തിൽ 3:30 കൂടിയാണ് തീ പിടിച്ചത്. MRM എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. മുക്കത്ത് നിന്നും നരിക്കുനിൽ നിന്നും വെള്ളിമാടുകുന്നിൽ നിന്നുള്ള 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീപിടുത്തം തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമീപ പ്രദേശങ്ങളായ ഈങ്ങാപ്പുഴയിൽ നിന്നും താമരശ്ശേരി എന്നിവിടങ്ങളിലൊന്നും ഫയർ സ്റ്റേഷനുകൾ ഇല്ലാത്തത് തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടി എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. 20-ലധികം കിലോമീറ്റർ അകലെ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഫയർഫോഴ്സ് എത്തേണ്ട സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീപിടുത്തത്തിന് ആക്കം കൂട്ടി. ഇപ്പോൾ ഏതായാലും കെട്ടിടം പൂർണ്ണമായി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിക്കപ്പ് വാനും കത്തി നശിച്ചിട്ടുണ്ട്. അതായത് ഈ ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാന്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പിക്കപ്പ് വാനാണെന്നാണ് നിഗമനം. അത് പൂർണ്ണമായും കത്തിനശിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഫൈസൽ, എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരം വല്ലതുമുണ്ടോ? ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. തീർച്ചയായും ആളപായമില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ എങ്ങനെ പിടിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും തീ അണക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ ചെറിയ രീതിയിൽ മാത്രമാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. അതായത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ നിയന്ത്രണ വിധേയം